ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഫോട്ടോഗ്രാഫർ ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ വരുമെന്നാ സന്ദീപ് പറഞ്ഞത്. അവരുടെ പ്ലാനിങ് അനുസരിച്ച് കൂടെ നിന്നോണം. എങ്ങനെയെങ്കിലും അർച്ചനയുടെ സച്ചിയുടെ പിണക്കൊന്ന് മാറ്റണം. എല്ലാം കൊള്ളാം. പേരെടുക്കാൻ പോയ പതിച്ചി ഇരട്ട പെറ്റതുപോലെ ആയി പോവാതിരുന്നാ മതിയായിരുന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇത് കുളമായി പോവാതിരുന്നാ മതിന്ന് പറഞ്ഞത്. സന്ദീപേട്ടന്റെ തലയിൽ ഉദിച്ച പ്ലാനാ ഇതല്ല. അത് തന്നെ എന്റെയും പേടി. നീ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കില്ലേ പെണ്ണെ. എല്ലാം ശരിയാക്കാം. ആ ഫോട്ടോഗ്രാഫർ ഒന്നിങ്ങ് വന്നോട്ടെ. ചേട്ടൻ ലേറ്റ് ആയത്? ഇല്ലല്ലോ, പറഞ്ഞ സമയത്ത് തന്നെ വന്നില്ലേ? ഞാൻ പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. ആ, ഫോട്ടോ എടുക്കുന്ന കാര്യമില്ലേ, അതെല്ലാം ഞാനേറ്റു. ചേട്ടൻ വാ. അല്ല, നിങ്ങളിതുവരെ റെഡിയായില്ലേ? അവിടെല്ലാം സെറ്റായി. ഫോട്ടോഗ്രാഫർ വരെ വന്നു. ഫോട്ടോഗ്രാഫറോ? അതെന്തിനാ? അത് പിന്നെ ചടങ്ങിനെ കുറിച്ച് ഫോട്ടോസ് എടുക്കണ്ടേ? അത് മൊബൈലിൽ എടുത്താ പോരെ? വെറുതെ എന്തിനാ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ വിളിച്ചേ? ഓ, നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒക്കെ കണക്കാ. ഈ നൂലുകെട്ടിന്റെയും കല്യാണത്തിനൊക്കെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞാലേ അതൊരു ഫോട്ടോഗ്രാഫർ തന്നെ എടുക്കണം. എന്നാലല്ലേ ശരിയാവൂ. അല്ലേ സച്ചേട്ടാ? അതെ അതെ. ആഹാ, ബാബയ്ക്ക് നല്ല ഉടുപ്പാണല്ലോ. ഫോട്ടോഗ്രാഫർ എന്തിനാ ഇത്ര നേരത്തെ വന്നേ? സമയത്ത് വന്നാ പോരായിരുന്നു? അതെന്ത് വർത്താനം സച്ചേട്ടാ പറയുന്നത്? കുഞ്ഞിനെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇന്ന് ഇവളുടെ ദിവസമല്ലേ? ഏയ്, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. അതെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. രണ്ടുപേരും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാ മതി. വാ മോളെ, കൊച്ചച്ച മോളെന്ന് എടുക്കട്ടെ. നമുക്ക് ഫോട്ടോ എടുക്കണ്ടായോ? എടുത്തി വാ. സച്ചിടാ വാ ഇങ്ങോട്ട്. ഏയ്, ഞാൻ വരുന്നില്ല. നീ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിച്ചാ മതി. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മരിയൊക്കെ വരുന്നുണ്ടോ? ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാ. എടുത്തി വാ. പ്ലാൻ A2.